ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആകെ മൊത്തം ഒരു ചന്ദ്രോദയത്തിൽ ഒരു കലഹം ഉണ്ടാകുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ. നമ്മുടെ ചന്ദ്ര ആകെപ്പാടെ വിഷമിച്ച് ദേഷ്യം വന്ന് വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ മാറുകയാണ് കേട്ടോ. കള്ളത്തരം അങ്ങ് പിടിച്ചു കഴിയുമ്പം അതേസമയം രവിയാണെങ്കിൽ ചന്ദ്ര ചെയ്ത കുറ്റത്തിന് മാപ്പ് പറയുകയാണ് നമ്മുടെ സച്ചിയോടും രേവതിയോടും കൈകൂപ്പി മാപ്പ് പറയുന്നുണ്ട് കേട്ടോ. മക്കളെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി, അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് പറയാമെന്നും പറഞ്ഞിട്ട് രവി കരഞ്ഞോണ്ട് മാപ്പ് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനാരും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സുധിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ സച്ചി കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. രേവതിയുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി അത് കൊണ്ടുപോയി വിറ്റ് പണം വാങ്ങി കടം വീട്ടിയത് സുധിയാണെന്നുള്ള കാര്യം സച്ചി കണ്ടെത്തി. സകല തെളിവുകളും വീഡിയോയിലൂടെ കൊണ്ടുവന്ന് രവിയുടെയും മറ്റുള്ളവരുടെയും എല്ലാം മുമ്പിൽ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം അത്ഭുതപ്പെട്ടു പോവുക, ഇത്രയധികം കള്ളത്തരങ്ങൾ ഇവൻ ചെയ്തോന്ന് ഓർത്തിട്ട്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, സുധി, നീ ഇത്രയധികം കള്ളത്തരങ്ങൾ ചെയ്തോ? എങ്ങനെയാണ് രേവതിയുടെ സ്വർണം മുക്കുപണ്ടമായി മാറിയതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് സുധി, അത് അങ്ങനെ ഞാൻ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി വിറ്റു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് അമ്മയറിഞ്ഞപ്പം അമ്മയത് പ്രശ്നമാക്കി. അമ്മ പറഞ്ഞു, ഇനിയിപ്പം ആ സ്വർണത്തിന് പകരം നമുക്ക് മുക്കുപണ്ട് അതുപോലെ തന്നെ വാങ്ങി വെക്കാമെന്ന്. രേവതി അങ്ങനെയൊന്നും ചോദിക്കാൻ പോകുന്നില്ലല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അമ്മ പറഞ്ഞപ്പം ഞാനും അതങ്ങനെ ചെയ്തു എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രയോട്, അമ്മയാണോ ആ മുക്കുപണ്ടം ഞങ്ങൾക്ക് തന്നു വിട്ടത്? സ്വർണം എടുക്കുക, വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്ത് ചെയ്താലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ആ മുക്കുപണ്ടം ഞങ്ങളെ തന്നു വിട്ട് അതും കൊണ്ട് ഞങ്ങൾ സ്വർണ്ണക്കടയിൽ ചെന്നപ്പോൾ ഞങ്ങൾ അവരുടെ എല്ലാം മുമ്പിൽ നാണം കെട്ടിയില്ലേ? അവർ ഞങ്ങളെ പോലീസിൽ ഏൽപ്പിക്കാതിരുന്നത് ഞങ്ങളുടെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അമ്മ അങ്ങനെ ചെയ്യരുതാഞ്ഞു, എന്നെ അങ്ങനെ കാണരുതായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഉടനെ ചന്ദ്ര പറയുന്നുണ്ട്, ഓഹോ, നീ എന്നെ ഭരിക്കാൻ വരികയാണോ? നിന്റെ 4 ചക്രത്തിൻ്റെ സ്വർണം എടുത്തതിനാണോ നീ എന്നെ ഇങ്ങനെ ഭരിക്കാൻ വരുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പം രവി പറയുന്നുണ്ട്, ചന്ദ്രേ, നീ ഇങ്ങോട്ട് മാറുമെന്ന് പറയുക. അപ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, നീ രേവതിയുടെ സ്വർണം എടുത്ത് മുക്കുകൊണ്ടാക്കിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ കള്ളത്തരത്തിന് നീ കൂട്ടു നിന്നല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴൊന്നും ചന്ദ്രയ്ക്കൊരു കൂസലുമില്ല കേട്ടോ. താനൊരു തെറ്റ് ചെയ്തെന്ന് പോലും ചന്ദ്രയ്ക്ക് ഒരു വിഷമവും ഇല്ല. ഭാമയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭാമയും ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ചന്ദ്രയെ, നീ ചെയ്തത് മോശമായിപ്പോയി. സുധി അങ്ങനെ ഒരു തെറ്റ് ചെയ്തപ്പം നീ അത് വളം വെച്ച് കൊടുക്കരുതഞ്ഞു. നീ ആരോടും പറയാതെ മുക്കുപണ്ടം വാങ്ങി വെച്ചതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. സുധിക്ക് സ്വർണം വേണമെങ്കിൽ അത് ചോദിച്ചിട്ടെടുക്കായിരുന്നല്ലോ രേവതിയോട് എന്നൊക്കെ ഭാമയും പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഭാമേ, നീ എന്നെ പഠിപ്പിക്കാൻ വരുമൊന്നും വേണ്ട, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. എൻ്റെ അലമാരിയിലിരുന്ന സ്വർണ്ണ അത് സുധിമോനൊരു ആവശ്യം വന്നപ്പം അവന് കൊടുത്തു. അത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, നിനക്കത് അത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല? ഇല്ല, തോന്നുന്നില്ല. അത് രേവതി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമൊന്നും അല്ലല്ലോ. അത് നിങ്ങളും നിങ്ങളുടെ അമ്മയും എല്ലാം കൂടി അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്ത സ്വർണ്ണമല്ലേ? അതെൻ്റെ അലമാരിയിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടല്ലേ അതവിടെ ഇരുന്നത്. അത് സുധിക്കൊരാവശ്യം വന്നപ്പം അവനത് എടുത്തു. അതിലെന്താ തെറ്റ്? പിന്നെ ഇവള് വന്ന് വല്ലപ്പോഴും ചോദിച്ചാൽ അത് എടുത്തു കൊടുക്കാൻ മുക്കുമുണ്ടായിട്ട് വാങ്ങി വെച്ചു. അതിനൊന്നും എനിക്ക് വലിയ തെറ്റാണെന്നൊന്നും തോന്നുന്നില്ല. അപ്പോഴേക്കും പെട്ടെന്ന് ബിസിനസ് തുടങ്ങാനായിട്ട് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി വിൽക്കാൻ പോകുമെന്ന് ഞാൻ അറിഞ്ഞോ? ഒരു ബിസിനസ്സുകാർ കാശിന് ഗതിയില്ല 2 എണ്ണത്തിനും. എന്നിട്ടും സ്വർണം വിറ്റ് ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അഴിഞ്ഞാടുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ രവിക്കങ്ങ് ദേഷ്യം വരെ. രവി പറയുന്നുണ്ട്, ചന്ദ്ര, ഇനി നീ ഒരക്ഷരം മിണ്ടരുത്. നീ ചെയ്തത് വലിയ തെറ്റാണ്. രേവതിയുടെ സ്വർണം അവളോട് ചോദിക്കാതെ നീ സുധിക്ക് കൊടുത്തു വിട്ട് വിറ്റത് സെറ്റാണ്. ഇവൻ അതിലും വലിയ തെറ്റാ ചെയ്തത്. ഈ പേരും കള്ളൻ. ഇവൻ അലമാരിയിലിരുന്ന സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി വിൽക്കുന്നോ? നിന്റെ ഭാര്യയുടെ സ്വർണം നിനക്ക് മോഷ്ടിച്ച് വിറ്റാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുക ചന്ദ്രൻ. അപ്പോഴേക്കും ഉടനെ തന്നെ പറയാണ് കേട്ടോ, നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതെ, ഇവൻ പേരും കള്ളനാണെന്നുള്ള കാര്യം അച്ഛൻ അറിയില്ലേ? അവൻ്റെ ഭാര്യ മലേഷ്യക്കാരിയുണ്ടല്ലോ, അവളുടെ കയ്യിൽ നിന്ന് പണമോ സ്വർണമോ ഒക്കെ കൊണ്ടുപോയി വിൽക്കായിരുന്നു. എന്നിട്ട് അതിനൊന്നും നിൽക്കാതെ എൻ്റെ ഭാര്യയുടെ സ്വർണം എടുത്തുകൊണ്ട് പോയി വിൽക്കാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? പേരും കള്ള എന്നൊക്കെ പറഞ്ഞ് സച്ചി പോയിട്ട് സുധിയുടെ കുത്തിനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര എന്നിട്ട് തടയുക, വിടറാ അവനെ വിടാൻ. അവനിപ്പോൾ ആ സ്വർണം എടുത്തെങ്കിൽ എന്താ? നിന്റെ ഭാര്യയുടെ ഒരു സ്വർണം അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമൊന്നും അല്ലല്ലോ.
ഈ വീട്ടിലെ സ്വർണ്ണം തന്നെയാണ് അത് അവനും കൂടി അവകാശപ്പെട്ടതാ. അവനതെൻ്റെ അലമാരിയിൽ നിന്ന് എടുത്തോണ്ട് പോയെങ്കിലേ കണക്കായി പോയി. നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഈ ദരിദ്രവാസി, ഇവളിപ്പോൾ സ്വർണ്ണം ഇട്ടില്ലല്ലോ. എന്താ ഇവളാരാ, രാജകുമാരിയോ എന്നൊക്കെ പറഞ്ഞങ്ങ് ചന്ദ്ര രേവതിയെ വല്ലാതെ നാണം കെടുത്തുക. അപ്പം നമ്മുടെ വർഷ പറയുന്നുണ്ട്, അതെന്തായാലും തെറ്റായിപ്പോയി. രേവതി ചേച്ചിയുടെ സ്വർണ്ണമായിരുന്നു, അത് എടുത്തുകൊണ്ട് പോയപ്പം അത് ചോദിക്കേണ്ടതായിരുന്നു. അതാ ന്യായം. ഈ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. അമ്മ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് ശരിയായ കാര്യമൊന്നുമല്ല എന്ന് വർഷ പറയാണ്. അതും അപ്പം നമ്മുടെ ചന്ദ്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. വർഷയോട് പറയുന്നുണ്ട്, എന്നെ ആരും തിരുത്താനൊന്നും വരണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, ഇനിയും ചിലപ്പം ചെയ്തെന്ന് വരും, എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഒരു നാക്ക് പോൽ മിണ്ടിപ്പോകരുത്, ഒരു കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത്. നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. നീ രേവതിയോട് മാപ്പ് പറയണമെന്ന് പറയാം. പിന്നെ ഞാൻ രേവതിയോട് മാപ്പ് പറയാൻ പോവല്ലേ? ഞാൻ മാപ്പ് പറഞ്ഞിട്ട് അവിടെ കേൾക്കുകയും ചെയ്യും. പിന്നെ അതിന് ഈ ചന്ദ്ര ഒന്നുകൂടി ജനിക്കണം ഈ ദരിദ്രവാസിയോട് മാപ്പ് പറയാൻ. അവിടെ നോട്ടം കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ഉടനെ തന്നെ രേവതി പറയാണ്, അത് അമ്മേ, എന്നെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ആ മുക്കുപണ്ടം തന്നത് വിടാതെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. എന്നോടമ്മ മാപ്പൊന്നും പറയാൻ പോകണ്ട എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ചന്ദ്രഹാസം മുഴുകിക്കൊണ്ട് വരിക. വന്നിട്ട് പറയുക, എന്താടി ഇത്, നിന്റെ ചക്രത്തിൻ്റെ സ്വർണ്ണം എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞാണോ നീ ഇപ്പം എന്നെ കൊച്ചാക്കുന്നത്? അതൊന്ന് വിറ്റതിനാണോ നീ ഇവിടെ കിടന്ന് അഴിഞ്ഞാടുന്നത്? എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തുന്നത്? ഇപ്പം ഞാൻ എന്തെല്ലാം ചീത്ത ഈ വീട്ടിൽ നിന്ന് കേട്ടു. ഇതിനൊക്കെ കാരണക്കാരി നീയാടി. നിന്റെ സ്വർണം അതെന്താ ഭയങ്കര സാധനമാണോ ഇന്ന കൊണ്ടുപോടി എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കൈ രണ്ടും നിറച്ച് സ്വർണ്ണവള കിടപ്പുണ്ട് കേട്ടോ. അത് രണ്ട് കൈയിലെയും വളയങ്ങ് വലിച്ചു ഊരിയിട്ട് ദേഷ്യത്തിന് രേവതിയുടെ മുഖത്തോട്ട് വലിച്ചെറിയാണ്. അപ്പോൾ രേവതിയുടെ മുഖത്ത് ചെന്ന് അടിച്ചേച്ച് ആ വളയെല്ലാം നിലത്ത് വീണ് ചിന്നി ചിതറി ഇങ്ങനെ വീഴുവാണ്. കുറേ വളയുണ്ട്, 5-6 വളയുണ്ട്, അതെല്ലാം കൂടെ ഇങ്ങനെ കിടക്കുവാ നിലത്ത്. അപ്പോൾ ഇത് കാണുമ്പോൾ രേവതിക്കങ്ങ് ഭയങ്കര വിഷമമാകും. കാരണം അതുപോലെ കണ്ണ് പൊട്ടുന്ന ചീത്ത പറഞ്ഞിട്ടാണ് മുഖത്തോട്ട് ആ വളയങ്ങ് വലിച്ചെറിയുന്നത് കേട്ടോ. അപ്പോൾ രേവതി അവിടെ നിന്ന് കണ്ണ് നിറഞ്ഞ് ഒഴുകുവാണ് രേവതിക്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ ഭാമയും ചീത്ത പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്രേ നീ എന്താ കാണിക്കുന്നേ എന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ സച്ചി, എന്താ നിങ്ങൾ കാണിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് രവിയൊക്കെ അങ്ങ് അത്ഭുതപ്പെട്ട് പോവുകയാണ് ചന്ദ്രയുടെ അഹങ്കാരം കാണുമ്പോൾ. പെട്ടെന്ന് തന്നെ രവി മുന്നോട്ട് വന്നിച്ച് ചന്ദ്രയുടെ കരണം നോക്കി ഒരെണ്ണം കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എന്താടി നീ കാണിച്ചത്? നീ സ്വർണ്ണമാണ് നീ വലിച്ചെറിഞ്ഞത്. മഹാലക്ഷ്മിയാണ് സ്വർണം. നിനക്കിതിനൊരു അർഹതയില്ല. അർഹതപ്പെട്ട രേവതിയുടെ സ്വർണ്ണം എടുത്ത് വിറ്റിട്ട് നീ നിന്റെ വള ഊരി രേവതിയുടെ മുഖത്തെറിയുന്നു. അതിന് എന്ത് അവകാശമാണ് നിനക്കുള്ളത്? എന്നാൽ പിന്നെ രേവതിയുടെ സ്വർണ്ണം എടുക്കാതെ നിന്റെ പുന്നാര മോന് നിന്റെ സ്വർണ്ണം കൊടുത്താൽ പോരായിരുന്നോ? നീ അവനെ വളർത്തി വഷളാക്കിയത്. എന്നിട്ടിപ്പം സ്വർണ്ണം നീ വലിച്ചെറിയുന്നോ? ഇനി മേലെ നീ ഈ സ്വർണ്ണം ഇടാൻ നിനക്ക് യാതൊരു അർഹതയില്ല എന്ന് പറഞ്ഞ് ഒരെണ്ണം കൊടുക്കുകയാണ്. അങ്ങ് രവിക്കങ്ങ് ദേഷ്യം വന്ന് ജ്വലിക്കുക. രവി പറയുന്നുണ്ട്, ഇനി നീ എൻ്റെ കൺമുന്നിൽ പോലും നിന്നെ എനിക്ക് കാണണ്ടെന്ന് ചന്ദ്രയോട് പറയാം. ചന്ദ്രയ്ക്ക് ഒരു കൂസലുമില്ല. ചന്ദ്ര രേവതിയെ പിന്നെയും കണ്ണുരുട്ടി നോക്കുകയാണ്. നീയാണല്ലേ എല്ലാത്തിനും കാരണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് റൂമിലേക്ക് കയറി പോവുക. റൂമിൽ കയറി അങ്ങ് വാതിലടച്ച് കുറ്റിയിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ പുറത്ത് നിന്നിട്ട് നമ്മുടെ സുധിയും അതുപോലെ തന്നെ വർഷയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മേ ഇറങ്ങി വാ, വാതിൽ തുറക്ക്, ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പെണ്ണാണെങ്കിൽ അവിടെ നനങ്ങല, വാതിൽ തുറക്കുകയില്ല, മുറിക്ക് അത് കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം രവി പറയുന്നുണ്ട്, കയറി ഇരിക്കട്ടെ, അമ്മ ഇനി എന്തെങ്കിലുമൊക്കെ അബദ്ധം കാണിക്കുമെന്ന് രേവതി പറയാണ്. ഇനി മുറിക്കകത്ത് കയറിയിരുന്ന് വല്ല ആത്മഹത്യ ചെയ്യുമെന്ന്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് രേവതി, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അമ്മ കുറച്ചു നേരം മുറി കയറി ഇരിക്കട്ടെ, അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് നാളെ നേരം വെളുക്കുമ്പോഴേ ഇങ്ങനെ ഇറങ്ങി വരും. അല്ലാതെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അമ്മയുടെ അഹങ്കാരത്തിന് അതൊക്കെ നല്ലതാണെന്ന് പറയാം. അപ്പോഴും നമ്മുടെ രേവതി എന്നിട്ട് രവിയോട് എന്ന് പറയാണ് കേട്ടോ, അതെ അമ്മ ഇറങ്ങി വരുന്നില്ല, അച്ഛൻ ചെന്ന് വിളിക്കുക. അപ്പോൾ അമ്മ ഇറങ്ങി വരും. അമ്മ മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുകയല്ലേ. അപ്പോൾ രവി പറയാം, അവൾ മുറിക്കകത്ത് കയറി വാതിലടച്ചാലും ശരി, എന്തായാലും ശരി, ഇനി ഞാൻ അവളോട് ഒരു വാക്ക് പോലും സംസാരിക്കില്ല. അവൾ മനുഷ്യന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. എല്ലാ തെറ്റും ചെയ്ത് കള്ളനായ മകനെ സപ്പോർട്ടും ചെയ്തിട്ട് പിന്നെയും അവളുടെ കയ്യിലുണ്ടായിരുന്ന വള നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ? അവളുടെ അഹങ്കാരമല്ലേ അത്? എനിക്കിനി അവളോടൊന്നും സംസാരിക്കാനില്ല എന്നിങ്ങനെ പറയുകയാണ് രവി. എന്നിട്ട് രവി റൂമിലേക്ക് പോവുക. ചന്ദ്രയാണെങ്കിൽ മുറിക്കകത്ത് കയറി ഇന്നിങ്ങനെ വാലടച്ച് നേരം വിളിക്കുന്നവരെ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്. സച്ചിയേട്ടാ, ഇതിപ്പോൾ ഒരു പ്രശ്നമാക്കണ്ടായിരുന്നു. പ്രശ്നമാക്കിയതുകൊണ്ടല്ലേ ഇപ്പം അമ്മയാണെങ്കിൽ അച്ഛനുമായിട്ട് പിണങ്ങി ദേഷ്യപ്പെട്ട മുറി കയറി ഇരിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും
സച്ചി പറയാം, അതിന് നിനക്കെന്താ? അമ്മ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ സ്വർണ്ണം നിന്നോട് ചോദിക്കാതെ എടുത്ത് ദേ ആ സൂതി, ആ പെരുങ്കള്ളൻ അവന് കൊടുത്തു. അവനത് കൊണ്ടുപോയി വിറ്റിട്ടും പിന്നെ മുക്കുപണ്ടം വാങ്ങി വെച്ച് നമ്മളെ പറ്റിക്കാൻ നോക്കല്ലായിരുന്നോ? എന്നിട്ട് ഇപ്പോഴും അവരുടെ അഹങ്കാരം കണ്ടില്ലേ? അവരെന്തെല്ലാം വിളിച്ചു പറഞ്ഞത്? ആ സ്വർണ്ണമൊക്കെ വലിച്ചെറിഞ്ഞത് നീ കണ്ടതല്ലേ? അപ്പം നടക്കേണ്ടതൊക്കെ നടക്കണം. കുറച്ച് ദിവസം അങ്ങനെ ഇരുന്നെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് നമ്മുടെ സച്ചി. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ് കേട്ടോ. പിറ്റേ ദിവസം നേരം വിളക്കുമ്പോൾ രേവതി എണീക്കുകയാണ്. രേവതി എണീറ്റിട്ട് എങ്ങനെയെങ്കിലും പിണക്കമൊക്കെ ഒന്ന് മാറ്റണമല്ലോ. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ചന്ദ്ര രാവിലെ കുളിച്ചൊരുങ്ങി ഭാമയെ വിളിച്ച് കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോവാണ്. കയ്യിലൊന്നും വളയൊന്നുമില്ല കേട്ടോ. രണ്ട് കയ്യിലും വളയൊക്കെ ഊരി എറിഞ്ഞല്ലോ. ചന്ദ്ര അമ്പലത്തിൽ പോയി തൊഴുവാണ്. ഭാമയും കൂടെയുണ്ട്. അപ്പം ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഇങ്ങനെയൊന്നും പെരുമാറണ്ടായിരുന്നു. രേവതിയോട് അത്രയും മോശമായിട്ട് പെരുമാറൊന്നും വേണ്ടായിരുന്നു. ആ വളയൊന്നും എടുത്ത് നീ വലിച്ചെറിയണ്ടായിരുന്നു എന്ന് പറയാം. അപ്പം ഭാമ പറയുന്നോട് ചന്ദ്ര പറയാം, ദേ നീ ഇക്കാര്യം പറയാനാണ് എൻ്റെ കൂടെ വരണ്ട. രേവതി എന്നൊരു വാക്ക് നീ മിണ്ടിപ്പോകരുത്. അവൾ ഈ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. എന്നെ നാണം കെട്ടുക്കെത്താൻ ഇറങ്ങിയിരിക്കുന്ന ദരിദ്രവാസി എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം പിന്നെ ഭാമിയൊന്നും പറയുന്നില്ല. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് മൊത്തം ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെയാണ് ചന്ദ്ര അങ്ങനെ തൊഴുതിട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ മഹിമ വരുന്നത്. നമ്മുടെ വർഷയുടെ അമ്മ മഹിമ വന്നിട്ട് തൊഴുതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചന്ദ്രയെ കാണും. ആ ചന്ദ്ര എന്തുണ്ട് വിശേഷം? അമ്പലത്തിൽ വെച്ച് നമ്മൾ കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം ചന്ദ്രയ്ക്ക് ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട്. ചന്ദ്ര ആഹാ മഹിമയും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. വർഷമോൾ എന്താ വരാതിരുന്നതെന്ന് ചോദിക്കുക ചന്ദ്രയോട്. അവൾ അവിടെയുണ്ട്, ഞാൻ രാവിലെ എണീറ്റ് പോകുന്നതേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ രവിചേട്ടൻ എന്തിയെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ തന്നെ ഭാമയുമായിട്ടിങ്ങ് പോന്നു. എന്താ ചന്ദ്രയുടെ മുഖത്തൊരു വാട്ടം പോലെ എന്നൊക്കെ മഹിമ അങ്ങ് കിള്ളി ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ മുഖത്ത് വാട്ടമോ? ഒരു വാട്ടവും ഇല്ല. രാത്രി ശരിക്കൊന്നും ഉറങ്ങിയില്ല, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ കയ്യിൽ രണ്ടും വളയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ മഹിമ വീണ്ടും ചോദിക്കുക, ചന്ദ്രയുടെ കൈ കിടന്ന വളയൊക്കെ എന്തി? അതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയാം. അപ്പോഴേക്കും പറയുന്നുണ്ട്, അത് വള ഞാൻ ഊരി വെച്ചിരിക്കുക, അതൊന്ന് പോളിഷ് ചെയ്യാൻ കൊടുത്തിരിക്കുക, അതുകൊണ്ട് ഇട്ടിയില്ല എന്ന് പറയാണ്. അതായിരിക്കും അല്ലേ? അല്ല, കയ്യിൽ വളയൊന്നും കണ്ടില്ല. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വിൽക്കുവോ പണയം വയ്ക്കുവോ എന്തെങ്കിലും ചെയ്തോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതിനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ എൻ്റെ വള വിൽക്കേണ്ടെങ്കിൽ പണയം വയ്ക്കേണ്ട ആവശ്യമൊന്നും ആ വീട്ടിലില്ല എന്നിങ്ങനെ പറയുക. എന്നിട്ട് പോവുക. എന്നാൽ ശരി ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് ഒഴിയാണ്. മഹിമയും അങ്ങോട്ട് പോവുക. അങ്ങനെ ചന്ദ്രയും ഭാമയും കൂടെ തിരിച്ചു പോരുക. എന്നിട്ട് ചന്ദ്ര വീട്ടിലേക്ക് പോവുകയാണ്. ഭാമയുടെ വീട്ടിലേക്കും പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ രവിയോട് സംസാരിക്കുക. രവിയാണെങ്കിൽ എണീറ്റ് വന്നിരുന്നിട്ട് രവിക്ക് ഭയങ്കര വിഷമമൊക്കെയാണ് ഈ സംഭവം കാരണം. അങ്ങനെ രേവതി ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തിട്ട് സംസാരിക്കുക. അച്ഛാ ഒരു കാര്യം പറയട്ടെ, അച്ഛൻ അമ്മയോട് സംസാരിക്കാതെ ഇങ്ങനെ ഇരിക്കരുതെന്ന് പറയാണ്. ആ പ്രശ്നമൊക്കെ മറക്കണം. ഇന്നലെ അച്ഛനും വല്ലാതെ അമ്മയോട് ദേഷ്യപ്പെട്ടു. അങ്ങനെ തല്ലാനൊന്നും പോകണ്ടായിരുന്നു എന്ന് രേവതി പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, എന്താ നിങ്ങൾ പറയുന്നത്? തല്ലാൻ പോകണ്ടായിരുന്നെന്നോ? അവൾ കാണിച്ച തെറ്റിന് എന്താ ചെയ്യേണ്ടത്? മാനം മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുകയല്ലേ, പിന്നെ എന്താ ചെയ്യേണ്ടത്? അവളുടെ അഹങ്കാരം നിങ്ങളും കണ്ടതല്ലേ. ഇനി നിങ്ങൾ ഇക്കാര്യം എന്നോട് സംസാരിക്കാനൊന്നും വരണ്ട എന്ന് പറയണം. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, അത് അച്ഛാ അങ്ങനെ വേണ്ട, പിണങ്ങിയും വഴക്കുണ്ടാക്കിയൊന്നും ഇരിക്കണ്ട. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണ്ടേ, അതുകൊണ്ട് അച്ഛൻ ചില വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേ. അമ്മയുടെ സ്വഭാവം എന്താണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാമല്ലോ എന്ന് പറയാണ്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, അവൾ രാവിലെ എവിടെ പോയതാ? അപ്പോൾ രേവതി പറയാ, അമ്പലത്തിലേക്കാണ് തോന്നുന്നു രാവിലെ പോയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഉടനെ രവി പറയുന്നുണ്ട്, അമ്പലത്തിലേക്ക് പോകുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇവൾ അമ്പലത്തിൽ പോകുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? അവൾക്ക് എപ്പോഴും സുധിയുടെ കാര്യമുള്ളൂ. അവൻ എന്ത് തെറ്റ് ചെയ്താലും അവൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യേണ്ടതാണോ? എന്നിട്ടും രേവതിയോട് അവൾ കാണിച്ചൊക്കെ നീ കണ്ടില്ലേ സച്ചി? എത്രമാത്രം അവളെ അപമാനിച്ചു. ആ സ്വർണം അവളുടെ മുഖത്തേക്കല്ലേ അവൾ വലിച്ചെറിഞ്ഞത്. എനിക്കിനി ചന്ദ്രയുടെ കാര്യമൊന്നും കേൾക്കണ്ട, ഞാൻ അവളോട് സംസാരിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയുമ്പം രേവതിയും സച്ചിയും വീണ്ടും ചന്ദ്രനോട് രവിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും അല്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം രവി കൈ കൂപ്പി മാപ്പ് ചോദിക്കുക കേട്ടോ നമ്മുടെ സച്ചിയോടും രേവതിയോടും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ മക്കളെ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം ചന്ദ്ര ചെയ്തു കൂട്ടിയ തെറ്റിനൊക്കെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. എന്നെക്കൊണ്ട് ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഈ അച്ഛൻ്റെ തോൽവിയാണത്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ എനിക്ക് മാപ്പ് തരണം
നിങ്ങളോട് അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, രേവതിയുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൈ കൂപ്പി തൊഴുകയാണ് ചെയ്യുന്നത്. അപ്പം സച്ചി രേവതിയും പറയും, അയ്യോ അച്ഛാ അതൊന്നും വേണ്ട, അങ്ങനെ അച്ഛൻ ഞങ്ങളോട് മാപ്പൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് പ്രശ്നം എന്താ ഉണ്ടായ ഇവിടെ രേവതിയുടെ സ്വർണ്ണമാണെങ്കിലും അത് എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാനല്ലേ. പിന്നെ സുധി അത് മോഷ്ടിച്ചുകൊണ്ട് പോയപ്പം അമ്മ അത് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. കള്ളത്തരം കാണിച്ചത് സുധിയല്ലേ, അല്ലാതെ അമ്മയൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ഇത് കേട്ടോണ്ടാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര തിരിച്ചു വരുമ്പോൾ അകത്തേക്ക് കയറി വരുമ്പം കേട്ടോണ്ടിരിക്കുന്നത് ഇതാണ്, ഇവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം രേവതി പറയുന്നുണ്ട്, അതിന് അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അച്ഛാ, സുധിയല്ലേ കൊണ്ടുപോയത്, അതുകൊണ്ട് അമ്മയോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് രവി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കുറച്ച് നാളച്ഛൻ പ്രശ്നമൊന്നും മിണ്ടിയില്ലേലും അത് കഴിഞ്ഞെല്ലാം ക്ഷമിക്കണം കേട്ടോ, എന്തായാലും അമ്മയോടൊന്നും പിണങ്ങിയൊന്നും ഇരിക്കാൻ പോകരുത് എന്നൊക്കെ പറയാം. ഇതൊക്കെ നമ്മുടെ ചന്ദ്ര കേട്ടോണ്ടാണ് കയറി വരുന്നത്. അപ്പോൾ ഇവർ 3 പേരും കൂടി ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചന്ദ്ര കയറി വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് സച്ചി രേവതിയും കൊണ്ട് ഇങ്ങോട്ട് പോരും. എന്നിട്ട് പറയും, രേവതി ബാ നീ കാപ്പി എടുത്തേ, അതുപോലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പൂരി ഉണ്ടാക്കാം, ഒരുപാട് നാളായി പൂരി ഉണ്ടാക്കിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് ഒളിച്ചു നിന്ന് നോക്കുകയാണ് കേട്ടോ. രവിയും ചന്ദ്രയും കൂടെ മിണ്ടുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുക. അതേസമയം ചന്ദ്ര അങ്ങോട്ട് ചെന്നിരിക്കാൻ പോകുമ്പം രവി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോഴേക്കും വീണ്ടും ചന്ദ്രയ്ക്ക് അങ്ങ് വിഷമാവുക. ചന്ദ്ര പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് നമ്മുടെ രേവതി പോയിട്ട് പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പൂരി ഉണ്ടാക്കുമ്പോൾ ചന്ദ്ര അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. അടുക്കളയിൽ ചെല്ലുമ്പോൾ പറയാം, ആഹാ അമ്മേ വാ അമ്മേ ഇരിക്കമ്മേ, ഞാൻ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മ ഇരിക്കില്ലേ പൂരി കഴിക്കുക രാവിലെ എന്ന് പറയുമ്പോഴേക്കും, ഓഹോ ഇന്ന് പൂരിയാണോ, നീ ഇവിടെ പൂരി ഉണ്ടാക്കി കളിക്കുകയായിരിക്കും അല്ലേ, എന്ത് സന്തോഷമാണ് നിനക്ക്, നീയൊക്കെ സന്തോഷിക്ക്, എൻ്റെ മനസ്സ് വിഷമിച്ചപ്പം നിനക്കൊക്കെ സമാധാനമായില്ലേ, അതുകൊണ്ടല്ലേ നീ ഇപ്പം പൂരിയും കറിയൊക്കെ ഉണ്ടാക്കി ഭയങ്കര സന്തോഷത്തിൽ. അപ്പോൾ രേവതി പറയാം, അതുകൊണ്ടൊന്നും അല്ല പൂരിയും കറിയും ഉണ്ടാക്കിയതൊന്നും, ഗോതമ്പ് മാവ് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടങ്ങ് പൂരി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ സന്തോഷം കൊണ്ടൊന്നും അല്ലമ്മേ എന്ന് പറയും. ഓ തിന്നെ പൂരിയൊക്കെ തിന്നെ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ തനി സ്വഭാവം ഇറക്കിക്കൊണ്ട് ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇരിക്കുക. അതേസമയമാണ് നമ്മുടെ ശ്രുതിയും ഒക്കെ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും ഉടനെ വന്നേച്ച് ശ്രുതി പറയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറയാം. അപ്പം ഉടനെ ശ്രുതി പറയാം, വേണ്ട നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം, ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയാം, നല്ല മണമൊക്കെ വരുന്നുണ്ട്, പൂരി മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പൂരി കഴിച്ചിട്ട് പോകാം ശ്രുതി എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയുമോ, നിങ്ങളുടെ ഒരു മണം, നിങ്ങൾക്ക് നാണമില്ലല്ലോ, ഇന്നലെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് സച്ചി എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞത്, നമുക്കിവിടെ ഭക്ഷണം പോലും കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് വിശപ്പോ, നാണമില്ലല്ലോ, പുറത്തുനിന്ന് കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുക ശ്രുതി. അപ്പോൾ ശ്രുതി പറയാം, എന്തിനാ വെറുതെ പുറത്ത് പോയി പൈസയൊക്കെ കളയുന്നത്, ഇവിടെ നല്ല ഫുഡ് കിട്ടുമ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ പോരെ. അത് മാത്രമല്ല ശ്രുതി, നമ്മൾ മാസം പൈസ കൊടുക്കുന്നതല്ലേ വീട്ടിൽ ചിലവിന്, അപ്പോൾ ഇവിടുത്തെ സാധനങ്ങൾക്ക് നമുക്കും അവകാശമില്ലേ, അതുകൊണ്ട് നമുക്കും കഴിച്ചിട്ട് പോകാമെന്ന് പറയണം. അപ്പോൾ സച്ചിയും വരുവാ. സച്ചി പറയുന്നുണ്ട്, ആഹാ പൂരി എടുക്ക് രേവതി എന്ന് പറയുക. അങ്ങനെ സച്ചിയും രവിയും എല്ലാവരും പൂരി കഴിക്കാനായിട്ട്. അപ്പോൾ ചന്ദ്രയോടും പറയുന്നുണ്ട് ശ്രുതി, അമ്മേ വാ അമ്മയും വന്നിരുന്ന് കഴിക്കും, നമുക്ക് എല്ലാവർക്കും കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വർഷയും ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അപ്പോൾ ചന്ദ്രയും വന്നിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് രവി അവിടെ നിന്ന് എണീറ്റ് പോവുക. അപ്പോൾ എല്ലാവർക്കും ഒരു വല്ലായ്മ തോന്നുക, ചന്ദ്രയ്ക്ക് ഒരു വല്ലായ്മ തോന്നുക. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കഴിച്ചോളാം, അങ്ങോട്ട് മാറിയിരുന്ന് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് രവി അങ്ങ് മാറിയിരുന്ന് കഴിക്കുകയാണ്. അതേസമയം ബാക്കി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതിക്ക് കൊടുക്കുക. ശ്രുതി പിന്നെയും കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പം ശ്രുതിക്കാണെങ്കിൽ നല്ല ദേഷ്യം കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വരെ കണക്ക് കേൾക്കണം, ഇന്നലെ ആ സ്വർണ്ണം എടുത്തെന്നും പറഞ്ഞ് എന്തെല്ലാമാ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പം സച്ചി പറയും, അത് പറഞ്ഞത് സത്യമല്ലേ, കാണിച്ച കൊള്ളരുതായ്മ പറയുമ്പോൾ എന്താ കുറ്റം, ഇവൻ എന്ത് തണ്ടിത്തരവാ കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരാം. ശ്രുതി എന്തൊക്കെയോ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റിട്ട് പോയി കൈ കഴുകുക. വാ ശ്രുതി നമുക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ. അയ്യോ ശ്രുതി, ഒരു പൂരിയും കൂടെ കഴിച്ചോട്ടെ, വിശപ്പ് മാറിയില്ലെന്നേ, ഇനി വൈകിട്ട് വരെ വിശന്ന് നിൽക്കേണ്ടതല്ലേ, എനിക്ക് എന്തെല്ലാം ജോലിയുണ്ടെന്ന് അറിയാവോ, നല്ല കറിയാ എന്ന് പറയുക. അപ്പോൾ ശ്രുതി പറയാ, ഈ മനുഷ്യൻ്റെ ഒരു ആർത്തി, എണീറ്റ് വരാനാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ് ശ്രുതിയെ. അതേസമയം നമ്മുടെ വർഷയും ശ്രീകാന്തും ഒക്കെ അവിടെ ഇരുന്ന് നല്ല ഫുഡാണല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുന്നുണ്ട് രവിയും ചന്ദ്രയും. അപ്പോൾ ഈ ചന്ദ്രയ്ക്കും അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. ഇവരെണീറ്റ് പോകുമ്പോൾ ചന്ദ്രയും ഭക്ഷണം അവിടെ ഇട്ടിട്ട് എണീറ്റ് പോവുക. അപ്പം നമ്മുടെ രേവതി പുറകെ പോയി വിളിക്കുക, അമ്മ ഭക്ഷണം കഴിച്ചില്ലല്ലോ, അമ്മ വന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്.
വിളിക്കുമ്പോഴേക്കും ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ല രേവതി എന്ന് ചോദിക്കുക. അപ്പോൾ പിന്നെ രേവതി വിളിക്കുമ്പോൾ പറയാണ്, നിൻ്റെ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവൾ എന്നോട് ഭക്ഷണം വേണമെന്ന് ചോദിക്കാൻ വന്നിരിക്കുന്നു. നാണമില്ലല്ലോടി നിനക്ക്. ഇന്നലെ നീ എന്നെ തല്ല് പൊളിച്ചിട്ട് നീ ഇന്ന് എന്നോട് ഭക്ഷണം വേണമെന്ന് ചോദിക്കാൻ വന്നിരിക്കുന്നു. പൊടി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കണ്ണു പൊട്ടുന്ന ചീത്തയൊക്കെ വിളിച്ചിട്ട് ചന്ദ്രയും അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്